വെൽക്കം ബാക്ക് ടു NINM ഫാഷൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ബേബി ഹെഡ് ബാൻഡിൻ്റെയാണ്. അപ്പം കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തു ഗ്ലിറ്റർ ഫോം ഷീറ്റ് യൂസ് ചെയ്തിട്ട് ബേബി ഹെഡ് ബാൻഡ് ചെയ്യണ വീഡിയോ ചെയ്യാവോ എന്ന്. അപ്പോൾ ഇതാണ് ബേബി ഹെഡ് ബാൻഡ് അല്ലെങ്കിൽ നൈലോൺ ബാൻഡ് എന്നൊക്കെ പറയും. ഇതിൻ്റെ വീതി കുറഞ്ഞ ടൈപ്പ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വീതിയുള്ള ടൈപ്പാണ്. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഉപയോഗിക്കുക. അത് കണ്ടോ, നല്ല ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ഇങ്ങനെ നല്ലോണം വലിയും കേട്ടോ. ഒരു 1 ഇയർ 2 ഇയർ 2 to 3 ഇയർ വരെയുള്ള ബേബീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ദെൻ ഇതാണ് ഗ്ലിറ്റർ ഫോം ഷീറ്റ്. ഇതാ നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പാണ് കേട്ടോ, കയ്യിലൊന്നും പോരില്ല. നല്ല ഗ്ലിറ്റർ, നല്ല ഷൈനിങ്ങും ഉണ്ട്. ഇത് നല്ലൊരു കളറും കൂടിയാണ് കേട്ടോ. ഇതാണ് നമ്മൾ 10 രൂപയ്ക്ക് അന്ന് ഓഫർ സെയിലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വാങ്ങിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ദെൻ ഇതിൽ നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. എനിക്ക് വരയ്ക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു മോൾഡ് ഉപയോഗിച്ചിട്ട് ഫ്ലവർ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണേ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പിൽ ലീഫ്, ഇപ്പോൾ പെറ്റൽസ് എത്ര വേണമെങ്കിലും ഉള്ള ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് വരയ്ക്കണത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനത്തെ പെറ്റൽസ്, ഇത് ഒരു എൻ്റെ മോളുടെ ഒരു ടോയ് ആണ്. അപ്പോൾ അതൊന്ന് കണ്ടപ്പോൾ ഞാനിങ്ങനെ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കൈ കൊണ്ട് വരച്ചു കൊടുത്താലും മതിയേ. ദെൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ ഒരു 4-5 നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇസ്തിരിപ്പെട്ടി ചൂടാക്കി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പം നന്നായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കും പെറ്റൽസൊക്കെ. അപ്പോൾ അയൺ ബോക്സ് എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഫ്ലവർ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ അതിങ്ങനെ ചുരുങ്ങി തന്നെ വീണ് പോവും. അപ്പോൾ നമുക്ക് എടുത്ത് വയ്ക്കാവുന്നതാണ്. കണ്ടോ, ഇതേപോലെ ഉണ്ടാവും കേട്ടോ. ദെൻ ഇതേപോലെ ഒരു 5 ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ എടുത്തിട്ട് നമ്മൾ 2 പെറ്റലിൻ്റെ അളവിൽ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ ചെയ്യണത്. കട്ട് ചെയ്തിട്ട് ശേഷം ഇതുപോലെ വെച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കണുണ്ട്. ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഗ്ലൂ ഗണ്ണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാനിപ്പോൾ B7000 യൂസ് ചെയ്തത്. എൻ്റെ കയ്യിലിപ്പോൾ അതേ ഉള്ളൂ. പക്ഷെ അത് കുറച്ച് സമയം എടുക്കും, പക്ഷേ ഒട്ടി പിടിക്കും. പക്ഷേ കുറച്ച് ക്ഷമ വേണം കേട്ടോ. ഇതേപോലെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക കേട്ടോ കുറച്ച് നേരം. അപ്പോഴേക്ക് അത് ഒട്ടിക്കോളും. അപ്പോൾ ഇത് B7000 ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ട് ഒട്ടി പിടിക്കാൻ. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ വീണ്ടും. ഇതിനടുത്തതായിട്ട് ഒരു ഗിയർ വയറിൻ്റെ അകത്തത് 5mm ആണ്. ചെറുതായിട്ടൊരു ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ വീണ്ടും ഞാനൊരു വയലറ്റ് ബീഡ്സും കൂടി വെച്ച് കൊടുത്ത് സെൻറ്ററിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. നിങ്ങൾക്ക് ഇതിന് പകരം പോളൻസോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഫ്ലവറും കൂടി ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തു. ദെൻ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ 1 പെറ്റൽ ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒട്ടിച്ചു കൊടുക്കുക. വീഡിയോയിൽ അറിയുന്നുണ്ടോ അറിയില്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഷൈനിങ് ഉണ്ട് ഈ ഒരു ഗ്ലിറ്റർ ഫോമിന്. അതുകൊണ്ട് തന്നെ ഫ്ലവർ നല്ല ഭംഗിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ B7000 ഞാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഒട്ടിക്കാൻ. ഗ്ലൂ ഗണ്ണാണ് ഏറ്റവും നല്ലത്. ഞാൻ നാട്ടിൽ പോയപ്പോൾ അവിടെ വെച്ചിട്ട് പോന്ന്. ദെൻ അടുത്തതും കൂടി ചേർത്ത് കൊടുത്തു.
നമ്മളെ ഫ്ലവർ ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ് ബാലൻസ് വന്ന ഗിയർ വയർ. അപ്പോൾ ഇതേപോലെ വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലവർ. അപ്പോൾ ഫ്ലവറിൻ്റെ മേക്കിംഗ് കഴിഞ്ഞിട്ടില്ല. ഈ ഒറ്റയൊന്നും കൂടി നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിക്കണുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളൊരു 5 mm ഗിയർ വയർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു വയലറ്റ് ബീഡ് കൊടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡിൽ ഓരോ ചെറിയ വയലറ്റ് ബീഡാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഉള്ള പോലെയൊക്കെ എടുത്തോളൂ കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഡിസൈനൊന്നുമില്ല. രണ്ട് സൈഡിലും നമ്മൾ ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ദെൻ സെൻറ്ററിൽ ഒരു വൈറ്റ് ബീഡ് കൊടുക്കുന്നുണ്ട്. ദെൻ വീണ്ടും നമ്മൾ രണ്ടാക്കിയിട്ട് രണ്ട് സൈഡിലും ഓരോ വയലറ്റ് ബീഡ് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇതെന്നെ ഒരുമിച്ചിട്ട് ഒരു വൈറ്റ് ബീഡും കൂടി നമ്മൾ കോർത്ത് കൊടുത്തു. അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കാണിക്കാൻ പോകുന്നത് ഇത് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിലും കാര്യമുണ്ട്. പല രീതിയിൽ നമുക്കൊരു ഹെയർ ബാൻഡിൽ ഇത് ഫിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ഞാനൊരു ഫെൽറ്റ് ഷീറ്റിലേക്ക് വെച്ചിട്ട് ബാലൻസ് ഉള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത്. ഇതേപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ വെച്ച് സൈഡിൽ 3 ബീഡ്സും കൂടി വെച്ച് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് ഫസ്റ്റ് ലുക്കാണ്. ദെൻ ഇത് നമുക്ക് വേണമെങ്കിൽ ഹെയർ ബാൻഡിൽ ഒട്ടിച്ചു കൊടുക്കാം. ഹെയർ ബാൻഡിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കണ്ടോ, ഇത് ഇതിൻ്റെ സെക്കൻഡ് ലുക്കാണ്. അപ്പോൾ ഇനി നമുക്ക് തേർഡ് ലുക്ക് കാണാം. ഇതാണ് ഇതിൻ്റെ തേർഡ് ലുക്ക് വരുന്നത്. ഇതൊന്നും ഞാൻ ഒട്ടിച്ചിട്ടില്ല കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർത്ത് ലുക്ക് വരുന്നത്. ഇനി ഇതാണ് ഇതിൻ്റെ ഫിഫ്ത്ത് ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടവും ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് 7th. ഇനി ഇതൊന്നും പോരായിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ച വേറൊരു ഡിസൈനും കൂടിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. ബാലൻസ് വന്നൊരു പീസാണിത്, ഒരു ഫ്ലവറിൻ്റെ. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഇതിങ്ങനെ തന്നെ നല്ല ഭംഗിയാട്ടോ. ദെൻ ഇതല്ലാണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഫ്ലവറും കൂടി വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല വെറൈറ്റി ലുക്കാണ്. ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ.